ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഖത്തറിലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഖത്തറിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല, ഖത്തറേടിയുള്ള പ്രവാസി സുഹൃത്തുക്കൾ. ഖത്തറേടി ഇതാണ് ഖത്തറേടി. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇത് നോർമൽ, ഇതല്ലാണ്ട് സ്മാർട്ട് ചിപ്പുള്ള ഖത്തറേടി ഉണ്ട്. പ്രവാസികളായ എല്ലാവരും മാസത്തിലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകുന്നവരാണ്. ഇപ്പോൾ എയർപോർട്ടിൽ എമിഗ്രേഷൻ സംവിധാനത്തിൽ കൂടെ കടന്നു പോകണം. സാധാരണ ഇതിൽ ഒട്ടുമിക്ക എയർപോർട്ടിലും മാനുവൽ എമിഗ്രേഷനാണ്. എസ്പെഷ്യലി ഖത്തർ ഇതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ, അതായത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ പറയാനില്ല എമിഗ്രേഷനിലെ തിരക്ക് എന്തായിരിക്കും എന്ന്. അപ്പോൾ സാധാരണ ഇതിൽ എമിഗ്രേഷൻ ക്യൂ ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഖത്തറിലും UAE പോലെ തന്നെ ഇലക്ട്രോണിക് എമിഗ്രേഷൻ സംവിധാനം ചെയ്തിട്ട് ഒത്തിരി കാലമായി. പക്ഷേ അത് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. ഉപയോഗിക്കാൻ പറ്റുക ഖത്തറേടി ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഖത്തറേടി ഉള്ളവർക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും ഉപയോഗിച്ചിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാതെ അതിൻ്റെ പകുതി സ്റ്റെപ്പിൽ വെച്ചിട്ട് ഫെയിലാവും. അപ്പോൾ അവിടെ പുറകിൽ തിരക്കുണ്ടെങ്കിൽ അവിടുത്തെ ആളുകൾ ഒന്നെങ്കിൽ നമ്മളെ അടുത്ത ചാൻസ് തരില്ല. ഇനി അല്ലെങ്കിൽ തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ തന്നെ മെഷീൻ തന്നെ നമ്മളെ തിരിച്ച് മാനുവലിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പുറകിലത്തെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇലക്ട്രോണിക് ഗേറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ച് കടന്നു പോകേണ്ടത്. അപ്പോൾ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ജസ്റ്റ് 10 സെക്കൻഡ് മതി. ജസ്റ്റ് 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എമിഗ്രേഷൻ കടന്നു പോകാം. അപ്പോൾ ഖത്തറേടി ഉള്ളവർ എന്തിനാണ് പിന്നെ മാനുവലിൽ പോയി നിൽക്കുന്നത്? അപ്പം ഞാനത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഖത്തറേടി അല്ലെങ്കിൽ പാസ്പോർട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഏറ്റവും ബെസ്റ്റ് 99% സക്സസ് റേറ്റ് ID വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ID എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. പല ആൾക്കാർക്കും അറിയില്ല ID കൃത്യമായിട്ട് അവിടെ സ്കാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്. പല രീതിയിൽ വെക്കും. ഒരു പ്രാവശ്യം എവിടെയെങ്കിലും വെക്കും, അല്ലെങ്കിൽ തിരിച്ചു വെക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ 2-3 അവസരങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. തെറ്റായിട്ടൊക്കെ വെക്കുമ്പോൾ തിരക്കുണ്ടെങ്കിൽ പിടിച്ച് അവർ അവിടെ നിൽക്കുന്ന ആള് നമ്മളോട് മാറാൻ പറയും. സോ ഈ ID എങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഈ ഡോക്യുമെന്റാണ് ഫസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു സ്കാനർ ഉണ്ട്. അത് നിങ്ങൾക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഒരു ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു സ്കാനർ. അതിൻ്റെ മുകളിൽ ഒരു LCD സ്ക്രീനും ഉണ്ട്. അപ്പോൾ ആ സ്കാനറിലാണ് നമ്മുടെ ID വെക്കേണ്ടത്. അപ്പോൾ ഈ ID 2 സൈഡും സ്കാൻ ചെയ്യും. 2 സൈഡും നമുക്ക് സ്കാൻ ചെയ്യാം. പക്ഷെ ബെസ്റ്റ് ഈ പിക്ചറുള്ള സൈഡ് സ്കാൻ ചെയ്യുന്നതാണ് ഏറ്റവും സക്സസ് റേറ്റ് കൂടുതലുള്ളത്. കാരണം ഇതിൽ വെരിഫൈ ചെയ്യുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ നമ്പറാണ്. ഈ നമ്പറാണ് സ്കാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ പുറകിലും ഈ കാണുന്ന ബാർകോഡിൽ ഈ ഖത്തറേടി ആയിട്ട്, അതായത് നമ്മളുടെ എല്ലാ ഡീറ്റെയിലും ഈ ബാർകോഡിനകത്ത് ഉണ്ട്. ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. പക്ഷെ ഇതിലെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇത് പേഴ്സിലൊക്കെ വെച്ച് ഉപയോഗിച്ചും ഒക്കെ ഇതിലെ ചില ലൈൻസ് മാഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് കണ്ടോ, എൻ്റെ ഇവിടെ 2-3 ലൈൻസ് മാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റീഡ് ചെയ്യില്ല. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ പലരും റീഡ് ചെയ്യില്ല, പലരും ഇതുപോലെ മാഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഈ നമ്പർ വളരെ ഈസി ആയിട്ട് ആ സ്കാനറിന് സ്കാൻ ചെയ്ത് എടുക്കാൻ കഴിയും. അപ്പോൾ ഇത് തല തിരിച്ച് പിടിക്കരുത്. നമ്മുടെ പിക്ചർ സ്റ്റഡി ആയിട്ട് കാണുന്ന പോലെ ഇങ്ങനെ ഈ രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെയാണ് സ്കാനറിൽ വെക്കേണ്ടത്. അപ്പം ഇനി സ്കാനറിൽ വെക്കാനും ഒരു പ്രത്യേക വിധമുണ്ട്. അങ്ങനെ വെച്ചാലാണ് പെട്ടെന്ന് സ്കാൻ ചെയ്ത് എടുക്കുക. അപ്പം ഇതാണ് അയാൾ സ്കാനറിലെ ഗ്ലാസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അതായത് ഇത് ഫുള്ള് ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ID വെക്കേണ്ടത് ഇങ്ങനെ തിരിച്ചിട്ട് ഇതെവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഏറ്റവും ടോപ്പിൽ മുട്ടിച്ച് വെക്കണം. ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചപ്പോഴും സക്സസ് റേറ്റ് ഫുള്ള് വെച്ച വശം തന്നെ സ്കാൻ ചെയ്തെടുക്കുന്നത് ഇവിടെയാണ്. അതായത് ഇങ്ങനെ വെക്കരുത്, നടുക്ക് അല്ലെങ്കിൽ ഈ അറ്റത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വെക്കരുത്. അതിനകത്ത് വെക്കുമ്പോൾ തന്നെ വെക്കുക, നേരെ കൊണ്ട് ഈ മുകളിൽ മുട്ടിച്ച് വെക്കുക. ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൃത്യമായിട്ട് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുന്നത് കാണാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞ വശം തന്നെ എൻ്റെ തൊട്ട് മുകളിൽ ഒരു LCD സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സ്ക്രീനിൽ നമുക്ക് ഒരു ടിക്ക് മാർക്ക്, ഗ്രീൻ കളറിലുള്ള ടിക്ക് മാർക്ക് കാണാം. അപ്പോൾ ID സക്സസ് ആയിട്ട് റീഡ് ചെയ്താൽ ആ ടിക്ക് മാർക്ക് വരും. ഉടൻ തന്നെ അവിടെയുള്ള ഒരു ടെൻസ്റ്റൈൽ, ഒരു ചെറിയൊരു ഗേറ്റ്, അത് ഓപ്പൺ ആവും. നമുക്ക് അകത്തേക്ക് കടക്കാം. ആ കടന്ന വശം തന്നെ അടുത്തത് ഇനി ബയോമെട്രിക് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ബയോമെട്രിക് വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ നിൽക്കേണ്ടത് അവിടെ താഴെ 2 ഫുട് പ്രിന്റ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഇടത്തേക്കാലും വലത്തേക്കാലും വെച്ച് അതിൽ കൃത്യമായിട്ട് അതിൽ നിൽക്കുക. അതിൽ നിന്നിട്ട്
അവിടെ നോക്കിയാൽ അവിടെ തന്നെ വീണ്ടും അടുത്തൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ എഴുതി കാണിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മുടെ കണ്ണ് റെറ്റിനയാണോ സ്കാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ആണോ സ്കാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ പലരുടെയും ഫെയിൽ ആവുന്നത് ഈ ബയോമെട്രിക് വെരിഫൈ ചെയ്യുമ്പോഴാണ്. അതായത് ആദ്യത്തെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത് അകത്ത് കിടക്കും, പിന്നെ ബയോമെട്രിക് വെരിഫിക്കേഷനിൽ ഫെയിൽ ആവും. രണ്ടാമത്തെ ചാൻസിലും ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് ഇല്ല. അപ്പോൾ പിന്നെ പുറകിലത്തെ ഗേറ്റ് തന്നെ ഓപ്പൺ ആയിട്ട് നമ്മൾ പുറകോട്ട് പോകണം. അപ്പോൾ ഈ ബയോമെട്രിക് ഫെയിൽ ആവുകയാണെങ്കിൽ, അങ്ങനെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇതുപോലെ നാട്ടിൽ പോകുമ്പോൾ ഒട്ടും മടിക്കരുത്. വീണ്ടും അവിടെ തന്നെ ചെല്ല, ഈ ഇലക്ട്രോണിക് ഗേറ്റിന്റെ സെക്ഷനിൽ ചെല്ല. അത് നാട്ടിൽ പോകുമ്പോഴായാലും ശരി, ഇനി നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴായാലും ശരി. തിരിച്ചു വരുമ്പോഴായാലും അവിടെ ഉണ്ട് ഇലക്ട്രോണിക് ഗേറ്റ്. അവിടെ ചെന്നാൽ ഈ ഗേറ്റ് എൻറോൾമെന്റ് എന്നൊരു ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നേരെ അവിടേക്ക് ചെന്നാൽ മതി. അവിടെ ചെന്നാൽ അവിടെ ഒരു ഓഫീസർ ഇരിപ്പുണ്ടാവും. ആ ഓഫീസർ നമ്മുടെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് തമ്പ് നമ്മുടെ ഈ ഗേറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് തരും. അത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ചെല്ല, നമ്മുടെ ആ തമ്പ് ഉപയോഗിക്കുക. അപ്പൊ പിന്നെ മെഷീൻ ഐറിസ് സ്കാൻ ഒന്നും ചോദിക്കില്ല. അതായത് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത് കടന്ന വശം തന്നെ ആ തമ്പ് വയ്ക്കാൻ പറയും. ആ തമ്പ് വയ്ക്കുക, എമിഗ്രേഷൻ കഴിഞ്ഞു. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ നാട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ വരുമ്പോഴോ ഇലക്ട്രോണിക് ഗേറ്റ് ഉപയോഗിക്കുക. ഖത്തർ ഐ ഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. അവിടെ നിങ്ങൾ ബയോമെട്രിക്കിൽ ഫെയിൽ ആവുകയാണെങ്കിൽ നേരെ എൻറോൾമെന്റിൽ പോയിട്ട് നിങ്ങളുടെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുക. കാരണം അടുത്ത പ്രാവശ്യം നിങ്ങൾ വെക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വെറും 10 സെക്കൻഡ് കൊണ്ട് എമിഗ്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് പോവാം. അപ്പൊ ലാസ്റ്റ് അത്രയും നേരത്തെ ഒന്നും എത്തണ്ട, ഇത്രയും നേരം ക്യൂ നിൽക്കണ്ട. ഇപ്പൊ സീസൺ ആണെങ്കിൽ മാനുവൽ ഗേറ്റിൽ വിസിറ്റിംഗ് വിസയിൽ വന്നവരുണ്ടാവും, കണക്ഷൻ ചെയ്ത് പോകുന്നവരുണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ ബയോമെട്രിക് സംവിധാനങ്ങളും പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് വിസയൊക്കെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഓരോ ആൾക്കാർക്കും ഒത്തിരി സമയം എടുക്കും. കാരണം ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ മൊത്തം വിസിറ്റ് വിസ വന്നാൽ കൂടി നമ്മുടെ ബയോമെട്രിക് സംവിധാനം അവർ രേഖപ്പെടുത്തും. അപ്പോൾ ഒരാൾക്ക് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇലക്ട്രോണിക് ഗേറ്റ് ഉപയോഗിക്കുക, വളരെ ഈസിയാണ്. കൂട്ടുകാരൻ, ഞാൻ ഇലക്ട്രോണിക് ഗേറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം. 10-15 സെക്കൻഡ് ഉള്ളൂ. അത്ര ഒരു 10 സെക്കൻഡ് കൊണ്ട് തന്നെ ഗേറ്റ് യൂസ് ചെയ്ത് കിടക്കുന്നത് കാണാം. വീഡിയോ അത്ര ക്ലിയർ അല്ല, കാരണം ക്വിക്കായിട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. സോ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും കമന്റ് ബോക്സിൽ ചേർക്കുക. ഇനി ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരതെല്ലാം കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ മറ്റു കൂട്ടുകാർക്ക് ഉപകാരമാവട്ടെ. അപ്പോൾ പുതുപുത്തൻ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.